ദ്വിതി വായിച്ചേ ഫസ്റ്റ് സബ്ഡിവിഷൻ. 0.675. 0.675 എങ്ങനെ പി ബൈ ക്യൂ ഫോമിൽ എക്സ്പ്രസ് ചെയ്യും? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0.675. ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0.675 എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റിപ്പീറ്റിംഗോ അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് അല്ലാതെ ഒന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഇവിടെ എളുപ്പമാണ്. കാരണം 0.675 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 3 ഡെസിമൽ പ്ലേസ് ഉണ്ട് അല്ലെ? 1, 2, 3. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മുകളിലും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ. ഈ 0.675നെ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 675 ബൈ താഴെ എന്താണ്? 1000. ഈ 675ഉം 1000 വേണമെങ്കിൽ 5 വെച്ച് കട്ട് ചെയ്യാം. 5 വെച്ച് കട്ട് ചെയ്താൽ എത്രയാണ്? 135. താഴെ 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 200. വീണ്ടും ഇതിനെ വേണമെങ്കിൽ 5 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 5 വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 27. താഴെ 5 വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 40. സോ ഫൈനൽ ആൻസർ എത്രയാണെന്ന് എഴുതാം നമുക്ക്? 27/40. ഇത് ഏത് ഫോമിലായി? പി ബൈ ക്യൂ ഫോമിലായില്ലേ? പിടികിട്ടിയോ? നിക്ക്, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തോട്ടെ. നിങ്ങൾ അപ്പോഴത്തേക്കും അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു തുടങ്ങിയോ? ഓക്കെ, അതിലെ രണ്ടാമത്തെ എന്താണ്? അഹ്ന, വാട്ട് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? അതിലെ സെക്കൻഡ് സബ്ഡിവിഷൻ എന്തുവാ? 0.332. 2ന്റെ മുകളിൽ 2ന്റെ മുകളിൽ ഒരു ബാർ ഉണ്ട് അല്ലെ? അതായത് വാട്ട് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? 0.32 ബാർ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0.32. 2 ബാർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതല്ലേ? 2 2 2 2. യെസ്, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് 2 മാത്രമാണ്. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് 2 മാത്രമാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ ആദ്യം ഇവിടുത്തെ 3 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിനെ നമ്മൾ മാറ്റാനായിട്ട് ആദ്യം എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു? മൾട്ടിപ്ലൈ ബൈ ഹൗ മച്ച്? 10. ആദ്യം എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 10. അപ്പൊ എത്ര കിട്ടും? 10x is equal to 3.2222. 3.222. അത് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് കൊടുക്കുക. ഇനി എത്ര ഡെസിമൽ പ്ലേസ് റിപ്പീറ്റിംഗ് ആണ്? ഒരേ ഒരു ഡെസിമൽ പ്ലേസ് അല്ലേ റിപ്പീറ്റിംഗ്? ഏതാണ്? 2. അപ്പൊ അതിനെ മാറ്റാനായിട്ട് വീണ്ടും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? വീണ്ടും മൾട്ടിപ്ലൈ ബൈ 10. വീണ്ടും 10 വെച്ച് മൾട്ടിപ്ലൈ. അപ്പൊ എത്ര കിട്ടും? ഇവിടെ 100x ആവും. ഇവിടെ എന്താവും? 32.222 എന്നാവും. മനസ്സിലായോ? ഓക്കെ, ഇവിടെ ഇതിലും ഇപ്പൊ ഡെസിമൽ പ്ലേസ് ഒന്നല്ലേ? യെസ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ഈ രണ്ടും ഒന്നും കൂടെ കുറയ്ക്കുക. അപ്പൊ രണ്ടും ഒന്നും കൂടെ കുറയ്ക്കുമ്പോൾ അവിടുത്തെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 100x മൈനസ് 10xും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താവും? 32.222 മൈനസ് എന്താണ്? 3.2222 അല്ലെ? ഇത് രണ്ടും ഇവിടെ എല്ലാം കട്ടായി പോകത്തില്ലേ? 0 0 0 0 0 0. ഇവിടെ 32 മൈനസ് 3 എത്ര? 29. അപ്പൊ ഇവിടെ 100x മൈനസ് 10x എന്ന് പറയുന്നത് 90x. So 90x is equal to 29. അഥവാ x എത്രയാ? 29 by. So what is the answer for x? ഇവിടുത്തെ p by q ഫോം എന്ന് പറഞ്ഞാൽ എത്രയാണ്? What is the p by q form? It is 29/90. ഇവിടെ കിട്ടിയോ? അടുത്ത ഇത് പെട്ടെന്ന് ഞാൻ അടുത്ത കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ ഒരുമിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഫോണിലാണ് നിങ്ങൾ കാണുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ അല്ലെ കൂടെ എഴുതി പൊയ്ക്കോളൂ. സാർ ഞാൻ എഴുതി പോകുന്നുണ്ട്. ദ്വിതിയോ അതിന്റെ കൂടെ എഴുതി പോണേ. അടുത്തത് ഇതിനകത്ത് മൂന്നാമത്തെ ചോദ്യം എന്താ ദ്വിതി? മൂന്നാമത്തെ സബ്ഡിവിഷൻ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ സബ്ഡിവിഷൻ. ദ്വിതി. സർ 0.123 ബാർ. 123 ബാർ ആണ്. 0.123 ബാർ. 3ന്റെ മുകളിൽ മാത്രം അല്ലേ? So let x is equal to എന്താണ്? 0.123 മാത്രമല്ല ബാർ 3. അപ്പൊ 3 ആണ് റിപ്പീറ്റിംഗ്. അപ്പൊ 3 ഇങ്ങനെ റിപ്പീറ്റ് ആവും. ഇതിൽ 3ക്ക് മുന്നേ റിപ്പീറ്റ് ചെയ്യാത്ത എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്. അപ്പൊ 2 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 10 അല്ല, എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100x is equal to 12.3333 അങ്ങനെ അല്ലെ? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12.333 എന്ന് കിട്ടും. അത് ഫസ്റ്റ് വൺ. ഇനി നോക്കിയാൽ റിപ്പീറ്റിംഗ് എത്ര ഉണ്ട്? 3 അല്ലേ? യെസ്. ആ 3 ഒരെണ്ണം അല്ലേ ഉള്ളൂ. അപ്പൊ 3 ഒരെണ്ണം ഉള്ളതുകൊണ്ട് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? മൾട്ടിപ്ലൈ ബൈ ഹൗ മച്ച്? 10. ഇതിനെ മൾട്ടിപ്ലൈ ബൈ 10. അപ്പൊ എത്ര കിട്ടും? 1000x ആവും. ഇവിടെ 12.33 എന്താവും? 123.333 എന്നാവത്തില്ലേ?
നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ദാ ഇവിടെയും ഇവിടെയും ദാ ഇതിന്റെ ഡെസിമൽ പ്ലേസും ഇതിന്റെ ഡെസിമൽ പ്ലേസും ഒന്നായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കുറച്ചു അല്ലെ നേരത്തെ. അതുപോലെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 2 - 1 രണ്ടിൽ നിന്ന് കുറയ്ക്കും. അപ്പൊ എത്ര കിട്ടും? 1000x - 100x is equal to 123.333 minus എത്ര? 12.3333. ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ 3 എല്ലാം കട്ടാവും. 123 - 12 എന്ന് പറയുന്നത് 111. എത്ര? 11. ഇവിടെ എത്ര കിട്ടും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 900x. So 900x is equal to 111. അപ്പൊ x is equal to എത്ര ആയിട്ട്? 111/900. ഇപ്പൊ കിട്ടിയോ? ഓക്കെ, ഇതിനെ വേണമെങ്കിൽ 3 വെച്ച് കട്ട് ചെയ്യാം. 3 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 3 വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? 37. താഴെ എത്ര വരും? 300. സോ 37/300 എന്ന് നമുക്ക് ഇതിന്റെ ഉത്തരം എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റിലെ നാലാമത്തെ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞ നാലാമത്തത് അഹന പെട്ടെന്ന് പറ. 0.00352 മുകളിലാണ്. ആദ്യം റിപ്പീറ്റ് ചെയ്യാത്ത എത്ര ഉണ്ടെന്ന് നോക്കുക. റിപ്പീറ്റ് ചെയ്യാത്ത എത്ര? 3 അപ്പൊ എത്ര വെച്ച് മൾട്ടിപ്പിൾ? അപ്പൊ x is equal to 0.003525252 അല്ല റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതില് റിപ്പീറ്റ് ചെയ്യാത്ത 3 അപ്പൊ എത്ര വെച്ച് മൾട്ടിപ്പിൾ ആണ്? ആദ്യം 1000 കൊണ്ട് മൾട്ടിപ്പിൾ ആണ്. സോ 1000 കൊണ്ട് അപ്പൊ എത്ര കിട്ടും? 1000x is equal to എത്ര കിട്ടും? 3.525252 എന്നാകത്തില്ലേ? യെസ്. ഇനി ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന എത്ര ഉണ്ട്? 52 2 അപ്പൊ ഇനി എത്ര വെച്ച് മൾട്ടിപ്ലൈ ആണ്? 100. അഗൈൻ മൾട്ടിപ്ലൈ ബൈ 100. ഈ 1000നെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 1000 × 100 എന്ന് പറയുമ്പോൾ 1 lakh എന്ന് കിട്ടും. സോ 1 lakh x is equal to ഇവിടെ എത്ര കിട്ടും? 352.5252 അല്ലേ? ഇനി ഈ രണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യുക? വീണ്ടും കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 1 lakh x minus 1000x is equal to 352.5252 minus എത്ര? 3.5252. സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കട്ടായി പോകും. 352 - 3 എന്ന് പറയുന്നത് 349. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 349. ഇവിടെ 1 lakh ഇന്ന് 1000 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 99,000 x എന്ന് കിട്ടും. 99,000 x is equal to 349. അപ്പൊ x is equal to എത്ര? 349/99 എത്ര? 0 0 0. കിട്ടിയോ? ഇതിനെ വേണമെങ്കിൽ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഏത്? ഇല്ല സർ, 349 3 വെച്ച് പറ്റും. 3 വെച്ച് പറ്റുമോ? എപ്പോ പറ്റും? 3 വെച്ച് പറ്റൂല. അപ്പൊ ഇതാണ് ഫൈനൽ ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ, ദീദി അടുത്ത ഇതിലെ അഞ്ചാമത്തെ സബ് ഡിവിഷൻ എത്രയാ? സർ 4.32. ദീദി വായിച്ചോ. സർ 4.32 32ന്റെ മുകളിൽ ബാർ. 4.32 32ന്റെ മുകളിൽ ബാർ അല്ലേ? അപ്പൊ x is equal to എത്രയാ? 4.32 ബാർ അല്ലേ? അപ്പൊ 32 32 32 അങ്ങനെ എഴുതാം. ഇവിടെ ഇവിടെ ഡെസിമലിന് ശേഷം റിപ്പീറ്റ് ചെയ്യാത്തതൊന്നും ഇല്ലല്ലോ, എല്ലാം അല്ലെ? എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 എണ്ണമാണ് റിപ്പീറ്റിംഗ്. അപ്പൊ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? മൾട്ടിപ്ലൈ ബൈ 100. മൾട്ടിപ്ലൈ ബൈ 100. അപ്പൊ എത്രയാവും? 100x is equal to 432.3232 എന്നാവത്തില്ലേ? ഇതിന്റെയും ഡെസിമൽ പ്ലേസ് ഒന്നല്ലേ? അപ്പൊ ഇത് 1 ഇത് 2. ഇനി എന്ത് ചെയ്യാ? ഇത് രണ്ടും ഒന്നും കൂടെ കുറച്ചാ പോരെ? എത്ര കിട്ടും? 100x minus x is equal to ഇവിടെ എത്ര കിട്ടും? 432.3232 minus 4.3232. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് കട്ടാവും, ഇത് കട്ടാവും. ഇവിടെ എത്ര വരും? 428. So 100x minus x is equal to 99x is equal to 428 and x is equal to എത്ര? 428 divided by എത്ര വരും? 90. ഇത് 3 വെച്ച് ഇതും കട്ടാവത്തില്ല. അപ്പൊ ഇത് തന്നെയാണ് ഇവിടുത്തെ ഫൈനൽ ആൻസർ. ക്ലിയർ ആയോ അഹന? ക്ലിയർ ആയി സർ. അവിടുത്തെ ആറാമത്തെ സബ് ഡിവിഷൻ. വാട്ട് ഇസ് ദ സിക്സ്ത് സബ് ഡിവിഷൻ? അഹന 2.317 ബാർ. x is equal to 2.317 317 അങ്ങനെയല്ല വന്നിരിക്കുന്നത്.
അപ്പൊ എത്ര പ്ലേസ് ആണ് റിപ്പീറ്റിംഗ്? 3 എണ്ണം. അപ്പൊ എത്ര വെച്ച് മൾട്ടിപ്ലൈ? ഇതിനെ ഫസ്റ്റ് ഒന്നെന്ന് കൊടുക്കുക. ഇതിനെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം? 1000. അപ്പൊ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1000x is equal to 2317.317317 എന്ന് കിട്ടത്തില്ലേ? രണ്ടാമത്. ഇനി രണ്ടും ഒന്നും കൂടെ കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 1000x minus x is equal to 2317.317317 മൈനസ് എത്ര? 2.317317. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് 317 ഈ 317 കട്ടാവും. 2317 മൈനസ് 2 എന്ന് പറയുമ്പോൾ 2315. 23 ഇവിടെ എത്ര കിട്ടും? 999x. അപ്പൊ 999x is equal to 2315. അപ്പൊ x is equal to എത്ര? 2315 divided by 999. ക്ലിയർ ആയോ? പെട്ടെന്ന് അവിടെ ഈ ക്വസ്റ്റ്യൻ നമ്പർ ഈ ഇതിനകത്ത് കുറെ മാറി തിരിഞ്ഞൊക്കെ തന്നിരിക്കുന്നത് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3 ഒന്ന് വായിച്ചേ. ക്വസ്റ്റ്യൻ നമ്പർ 3 ദിതി. Find two irrational numbers and two rational numbers between 0.5 and 0.55. ഓക്കെ, 0.5 ഉം 0.55 ഇടയ്ക്കുള്ള രണ്ട് റാഷണലും രണ്ട് അല്ല, ഇതല്ലേ ചോദ്യം? You need to find two rational and two irrational between 0.5 and 0.55. റാഷണൽ എളുപ്പമാണ്. അപ്പൊ 0.5നും 0. എനിക്ക് അമർജിത്തിനെ ഒന്ന് അഡ്മിറ്റ് ചെയ്തു. അമർജിത്ത് കേൾക്കാവോ? അമർജിത്ത് കേൾക്കാമോ? കേൾക്കാം സർ. ഞാൻ വാട്സാപ്പിൽ ഒരു ഇത് അയച്ചത് കണ്ടായിരുന്നോ? ഇല്ല സർ. അത് ഒരു അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് എടുത്ത് കയ്യിൽ വെച്ചോളൂ. ഓക്കെ സർ. അത് ഇപ്പൊ എടുത്ത് കയ്യിൽ എന്റെ കൂടെ വെച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടത്തെ മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ അമർജിത്ത് ശ്രദ്ധിച്ചിരിക്കുക. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 0.5ന്റെയും 0.55ന്റെയും ഇടയ്ക്കുള്ള രണ്ട് റാഷണലും രണ്ട് ഇറാഷണലും. ആദ്യം നമുക്ക് രണ്ട് റാഷണൽ നോക്കാം. രണ്ട് റാഷണൽ എങ്ങനെ കണ്ടുപിടിക്കും? 0.5ന്റെ 0.55ന്റെ ഇടയിലുള്ള രണ്ട് റാഷണൽ എന്ന് പറയുമ്പോൾ സിംപ്ലി എന്താണെന്ന് എഴുതിയാൽ മതി? 0.51ഉം 0.52. അല്ലെങ്കിൽ നിങ്ങൾക്ക് 0.53 എഴുതാം, 0.54. ഇഷ്ടമുള്ളത് എഴുതാം. ഇതിലേതാണ് എഴുതാം. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതുമ്പോൾ എന്താവും? രണ്ട് റാഷണൽ നമ്പർ ആവും. ക്ലിയർ ആയോ? ഇനി രണ്ട് ഇറാഷണൽ നമ്പർ. ആദ്യം ഇറാഷണൽ നമ്പറിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് അറിയണം. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ്, അവസാനിക്കാനും പാടില്ല. നോൺ റിപ്പീറ്റിംഗ്, റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. എന്താണ് ഇറാഷണൽ നമ്പറിന്റെ ഡെഫിനിഷൻ? നോൺ ടെർമിനേറ്റിംഗ്. അപ്പൊ 0.5നും 0.55നും ഇടയ്ക്കുള്ള നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള രണ്ടെണ്ണം എഴുതുക. അപ്പൊ അതെങ്ങനെ എഴുതും? 0.51, 511, 5111 ഇങ്ങനെ ഇട്ടാ പോരെ? ഇവിടെ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ അവസാനിക്കുന്നുണ്ടോ? ഇത് അവസാനിക്കുന്നുണ്ടോ? ഇല്ല, അവസാനിക്കുന്നില്ല. പിന്നെ ഇതില് റിപ്പീറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം ആദ്യത്തേല് 51 പിന്നീട് 511 പിന്നീട് 5101 എന്താണ്? 11 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതെന്താണ്? ഇറാഷണൽ നമ്പർ അല്ലേ? ഏതിനിടയ്ക്കുള്ള? 0.5. ഇനി ഒരെണ്ണം കൂടെ എഴുതാൻ പറഞ്ഞാൽ അമർജിത്ത് എന്ത് എഴുതും? 0.5ന് 0.55ന്റെ ഇടയിൽ വേറൊരു റാഷണൽ നമ്പർ പറയാൻ പറഞ്ഞാൽ 0.5111. ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ അല്ല, വേറെ ഏതെങ്കിലും എക്സാമ്പിൾ പറയാനാ പറഞ്ഞത്. 0.311. ക്വസ്റ്റ്യൻ എന്താണ്? Two irrational numbers between 0.5 and 0.55. I'm sorry. അവിടെ ആ രണ്ട് നമ്പറിന്റെ ഇടയ്ക്ക് എങ്ങനെ 0.3 കയറി വരുമേ? Sorry sir. 0.54. 5432. 5432. ഞാൻ നേരത്തെ മുകളിൽ എഴുതിയ പോലത്തെ പറ. 54 കഴിഞ്ഞാൽ അടുത്ത 544 ഇടുക.
പിന്നെ 5444 ഇടുക. 544 അഹന വേറൊരെണ്ണം പറഞ്ഞേ, വേറൊരു എക്സാമ്പിൾ ഇതിന്റെ 0.5 0.55 ഇടയ്ക്കുള്ള വേറൊരു റാഷണൽ നമ്പർ പറ. 0.53 ആ, 0.53533 ആ. 533. ദിതി ഒരെണ്ണം പറ, വേറെ ഏതെങ്കിലും പാറ്റേൺ പറ ദിതി. 0.52 പറയല്ലോ, വേറെ വല്ലതും പറ. Sir, 0.5. ഉം. Sir, 0.500. 0.500 അങ്ങനെ കൊടുത്താൽ മതി. 0.50 500 5000 അല്ലേ, അങ്ങനെ കൊടുത്തൂടെ? ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് റാഷണലും രണ്ട് ഇറാഷണൽ നമ്പറും പിടികിട്ടിയ. ഓക്കെ, അമർജിത്തിന്റെ കയ്യില് അസൈൻമെന്റിന്റെ പേപ്പർ കിട്ടിയ കയ്യില്. sir. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഒന്ന് വായിച്ച് സിംപ്ലിഫൈ. Simplify each of the following by rationalizing the denominator. അതില് ആ ക്വസ്റ്റ്യന്റെ സബ് ഡിവിഷൻ ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ തെറ്റാണ് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യന്റെ സബ് ഡിവിഷൻ ആണ് അഞ്ചാമത്തെ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സബ് ഡിവിഷൻ എന്താണ് ദിതി? സോറി അമർജിത്തെ, നാലാമത്തെ ആദ്യത്തെ സബ് ഡിവിഷൻ 7 plus 3 root 5 divided by 7 minus 3 root 5. 7 plus 3 root 5 divided by 7 minus 3 root 5. ഇതിനെ എന്ത് ചെയ്യണം? റാഷണലൈസ് ചെയ്യണം. അറിഞ്ഞാത്തവരെല്ലാം ശ്രദ്ധിച്ച്, എങ്ങനെയാണ് നമ്മൾ റാഷണലൈസ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം എന്ത് നോക്കണം? നമ്മുടെ ഡിനോമിനേറ്റർ നോക്കണം. വാട്ട് ഇസ് ദ ഡിനോമിനേറ്റർ? ഇവിടുത്തെ ഡിനോമിനേറ്റർ 7 minus 3 root 5. നമ്മുടെ ഡിനോമിനേറ്റർ a മൈനസ് ബി ആണെങ്കിൽ അതിന് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? a പ്ലസ് ബി. നമ്മുടെ ഡിനോമിനേറ്റർ a പ്ലസ് ബി ആണെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? a മൈനസ് ബി. അപ്പൊ ഇവിടെ 7 minus 3 root 5 ആണ്. അപ്പൊ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 7 plus 3 root 5. മുകളിലും എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 7 plus 3. മനസ്സിലായോ? മുകളില് 7 plus 3 root 5 അപ്പൊ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. വാട്ട് ഇസ് 7 into 7? 49. അടുത്തത് 7 into 3 root 5 എത്രയാ? 21 root 5. അടുത്തത് 3 root 5 into 7 അതും 21 root 5. അടുത്തത് 3 root 5 into 3 root 5. വാട്ട് ഇസ് 3 root 5 into 3 root 5? 3 into 3 എത്രയാ? 9. root 5 into root 5 എത്രയാ? 5. So 9 into 5 എത്രയാ? 45. താഴത്തെ മൾട്ടിപ്ലൈ എളുപ്പം, കാരണം താഴെ a മൈനസ് ബി ഇത് a പ്ലസ് ബി ആ. വാട്ട് ഈസ് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി? എപ്പോഴും അറിയേണ്ട ഫോർമുലയാണ് a സ്ക്വയർ മൈനസ് ഇവിടെ a സ്ക്വയറിന്റെ സ്ഥാനത്ത് 7 സ്ക്വയർ മൈനസ് b സ്ക്വയറിന്റെ സ്ഥാനത്ത് 3 root 5 സ്ക്വയർ. മനസ്സിലായോ? ഓക്കെ, മുകളിൽ 49 45 കൂടെ ആഡ് ചെയ്തൂടെ? എത്ര? 94. 21 root 5 21 root 5 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 42 root 5. അപ്പൊ താഴെ 7 സ്ക്വയർ എത്രയാ? 49 മൈനസ് 3 root 5 എന്ന് പറയുമ്പോൾ അതിന്റെ സ്ക്വയർ എത്രയാ? 45. സോ വാട്ട് ഇസ് ദ ഫൈനൽ ആൻസർ? താഴത്തെ ഡിവൈഡ് ചെയ്യും, താഴത്തെ ഇത് എത്രയാണ്? 49 minus 45, താഴത്തെ 4 അല്ലേ? So the final answer is 94 plus 42 root 5, the whole divided by 4. വേണമെങ്കിൽ നമുക്ക് ഈ 4 ഉം 94 എല്ലാം വേണമെങ്കിൽ 2 വെച്ച് കട്ട് ചെയ്യാലോ, അല്ലേ? 2 വെച്ച് കോമൺ എടുത്തു കഴിഞ്ഞാൽ 94 എന്ന് പറയുന്നത് 47 ആവും, 42 root 5 എന്ന് പറയുന്നത് 21 root 5 ആവും, താഴെ 4. ഓക്കെ, ഈ 4 ഉം ഈ 2 ഒരെണ്ണം കട്ട് ചെയ്ത് ഇവിടെ 2 എന്ന് എഴുതിയൂടെ? സോ ഫൈനൽ ആൻസർ എന്താ എഴുതാം? 47 plus 21 root 5. ഇത് ആണ് നമ്മുടെ ആൻസർ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഡിനോമിനേറ്റർ നോക്കുക. വാട്ട് ഇസ് ദ ഡിനോമിനേറ്റർ? ഡിനോമിനേറ്റർ താഴെ 2 അല്ലേ? താഴെ ഡിനോമിനേറ്ററിൽ റൂട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്പർ ഉണ്ടോ? റൂട്ടോ 2 അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ ഡിനോമിനേറ്റർ ഇപ്പോൾ റൂട്ട് ഇല്ലാത്ത ഒരു നമ്പർ ആണ് എങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തായി? റാഷണലൈസ് ആയി. മനസ്സിലായോ? അഹന മനസ്സിലായി സർ. പെട്ടെന്ന് എഴുതിയെടുക്കും.
എഴുതി കഴിഞ്ഞോ? Sir, this sir. എല്ലാരും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ആ സർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ്വിതീയ വായിക്ക് രണ്ടാമത്തെ സബ് ഡിവിഷൻ എന്താണ് അവിടുത്തെ? സർ 2√3 minus √5 divided by 2√2 plus 3√3. Plus 3√2 ആ? 3√3. 3√3 ആ. ഓക്കെ, അപ്പൊ ഇവിടെയും നിങ്ങളുടെ ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്റർ 2√2 plus 3√3 ആണ്. അപ്പൊ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 2√2 minus 2√2 minus 3√3. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ആൻസർ ഒക്കെ തെറ്റിപ്പോകും. അപ്പൊ മുകളിലും അത് വെച്ച് തന്നെ മൾട്ടിപ്ലൈ ആണ്. താഴെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ആണോ അത് വെച്ച് തന്നെ മുകളിൽ മൾട്ടിപ്ലൈ ആണ്. അല്ലാതെ മുകളില് ഈ 2√3 minus √5 പ്ലസ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. പൊട്ട തെറ്റാണ് ആൻസർ കേട്ടോ. താഴെ നിങ്ങൾ എന്താണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് തന്നെ മുകളിൽ വരണം. ശ്രദ്ധിച്ചോളണം. ഇത് എല്ലാവരും പലരും മിസ്റ്റേക്ക് വരുന്ന ഒരു പാർട്ടാണ്. അടുത്ത മൾട്ടിപ്ലൈൻ ആയിട്ട് ഇവിടെ മൾട്ടിപ്ലൈൻ ആയിട്ട് എന്താണ്? ഞാൻ ഓരോ വരയായിട്ട് ഇടാം, ഓരോ കളറിൽ ഓരോ വരയിടാം. ആദ്യം 2√3 അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. 2√2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ എന്തായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 3√3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഏതാണ്? √5 ഏതാ? ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എളുപ്പമല്ലേ? 2√3 ആയിട്ട് മൾട്ടിപ്ലൈ. വാട്ട് ഈസ് 2√3 into 2√2? ആദ്യം നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ സൈഡിലോട്ട് ഇടുക. 2√3 2√2. ആദ്യം റൂട്ടിന് പുറത്തുള്ള 2 into 2 4. അടുത്ത റൂട്ടിനകത്തുള്ള √3 √2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാ? 4√6. അപ്പോ √3 into 2√3 into 2√6 2√2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാ? 4√6. അടുത്ത 2√2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏതാണ്? ഇവിടുത്തെ 3√3 അല്ലേ? -3√3. 2√3 into -3√3. വാട്ട് ഈസ് 2 into -3? -6. √3 into √3 എത്രയാ? 3. So -6 into 3 എത്രയാ? -18. So -18. ഇല്ല. ഇനി അടുത്തത് √5. സിമ്പിൾ ആണ്. ഇത് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു നോക്കാത്തതുകൊണ്ട് മാത്രമാണ്. -√5നെ 2√2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2√2 into -√5. ഇവിടെ 2ന്റെ കൂടെ മൾട്ടിപ്ലൈ പറയാൻ നമ്പർ ഒന്നുമില്ല. പക്ഷെ √2ന് √5 ഉണ്ട്. അപ്പൊ എത്രയാ? √2 √5 കൂടെ √10. 2 വെറുതെ കിടക്കുക. പിന്നെ ഒരു മൈനസ്. അപ്പൊ എത്രയാ? -2√10. സത്യം പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ ഞാൻ എഴുതുന്നത് അനാവശ്യ സ്റ്റെപ്പാണ്. കാരണം നമ്മുടെ സമയം കളയുന്ന ഒരു സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് മാക്സിമം അതില്ലാതെ തന്നെ എഴുതാൻ പറ്റണം. അത് അങ്ങനെ എഴുതി പഠിക്കുകയും വേണം. അടുത്തത് √5ന് -√5ന് അടുത്തത് ഏതാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്? -3√3 ഇല്ലേ? മൈനസും മൈനസും കൂടെ ചേരുമ്പോൾ പ്ലസ് ആകും. ഈ √3യും √5 കൂടെ ചേരുമ്പോൾ എത്രയാവും? √15. അപ്പൊ എത്രയാണ് ലാസ്റ്റത്തെ? +3√15. കേട്ടോ, മൾട്ടിപ്ലൈ ചെയ്ത് പഠിക്കണം. വലിയ പാടൊന്നും ഇല്ലാത്ത കാര്യങ്ങളാ. അതെന്തോ വേറെ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്നാൽ പ്രശ്നം തന്നെയാണ്. ഓക്കെ, താഴെ എന്ത് ഫോം ആണ്? താഴെ a + b × a - b. താഴെ എപ്പോഴും അങ്ങനെയാ. താഴെ അപ്പൊ എന്താവും? a + b × a - b എന്ന് വെച്ചാൽ A square minus B square. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2√2ന്റെ സ്ക്വയറും b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3√3ന്റെ സ്ക്വയറും അല്ലേ? ഓക്കെ, മുകളിൽ നമുക്ക് ഇനി വല്ലതും ചെയ്യാനുണ്ടോ? ഇല്ല, മുകളിൽ അതേപോലെ തന്നെ എഴുതാം. മുകളിലൊന്നും ചെയ്യാനില്ല. അപ്പൊ 4√6 -18 -2√10 +3√15 ബൈ താഴെ ഈ 2√2ന്റെ സ്ക്വയർ. 2√2ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 2ന്റെ സ്ക്വയർ എത്രയാ? 4. √2ന്റെ സ്ക്വയർ എത്രയാ? 2. അപ്പൊ എത്രയാ? 8 -3√3യുടെ സ്ക്വയർ. 3√3ന്റെ സ്ക്വയർ എത്രയാ? 9. √3 റൂട്ടിനകത്ത് കിടക്കുന്ന ഏത് നമ്പറിന്റെ സ്ക്വയറും ആ നമ്പർ തന്നെയാണ്. അപ്പൊ 9 × 3 27. അപ്പൊ താഴെ എത്രയാ? 27. 8 - 27. 8 27 കുറച്ച് എത്ര കിട്ടും? -19. സബ്ട്രാക്ട് ചെയ്ത് നോക്കണം. എത്ര കിട്ടും? -19. സോ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാ? 4√6 -18 -2√10 +3√15 ബൈ എത്രയാണ്? -19. ഇങ്ങനെ മാത്രം മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കേട്ടോ, ചെയ്യാവോ? പെട്ടെന്ന് ചെയ്യാവോ? അഹന മനസ്സിലായോ? മനസ്സിലായി സർ. (7√3 - 5√2 by √48) 7√3 - 5√2 divided by √48 plus √18.
ആദ്യമേ നമ്മൾ കൊണ്ട് റാഷണലൈസ് ചെയ്യരുത്. അതിന് മുന്നേ ആദ്യം റൂട്ട് 48 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് നോക്കിക്കേ. 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 24. നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തില്ലേ, അതുപോലെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 3. അതായത് രണ്ട് 2, ഈ രണ്ട് 2-ൽ ഒരെണ്ണം പുറത്തെടുക്കാം, ഈ രണ്ട് 2-ൽ ഒരെണ്ണം കൊടുക്കുക. അപ്പൊ എത്രയാണ്? 2 × 2 4. പിന്നീട് ബാക്കി എന്തുണ്ട്? ഒരു 3 അകത്ത്. അപ്പൊ റൂട്ട് 48 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 4√3 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 4√3. അതുപോലെ 18 എന്ന് പറഞ്ഞാൽ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 9, പിന്നീട് 3, പിന്നീട് 3. ഇവിടെ 2 ഉള്ളത് 3 ആ. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുത്തു. പിന്നെ 2 2 ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ എങ്ങനെ എഴുതാം? 3√. മനസ്സിലായോ? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലുള്ളതിനെ ഒന്നും ചെയ്യണ്ട. താഴെയുള്ള റൂട്ട് 48ന് പകരം ആദ്യം എന്തെന്ന് എഴുതുക? 4√3 പ്ലസ് ഇതിനെ വരെ എന്തെന്ന് എഴുതുക? 3√. ഇനി വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? റാഷണലൈസ് ചെയ്യാനായിട്ട്. ഇനി അമർജീത് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ആണ് മുകളിലും താഴെയും? അമർജീത് Sir, മോളും താഴെയും 4√3 minus 3√2. മുകളിലും അതുപോലെ 4√3 മൈനസ് 3√2. അമർജീതിന് പറയുമ്പോ ഒരു ഡൗട്ട് ഉള്ളില് എന്താണ്? ഒരു ഇല്ല sir. കോൺഫിഡൻസ് ഇല്ല. ഇല്ലാതെയാണല്ലോ എല്ലാം പറയണേ. ശരി, ഇനി ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ പണിയാണ്. ഞാൻ അത് ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ചെയ്യുന്നില്ല. ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ നോക്ക്. 7√3 × 4. ആദ്യം 7√3 4√3 ആയിട്ടും അതുപോലെ 7√3 മൈനസ് 3√2 ആയിട്ട് മൾട്ടിപ്ലൈ. അപ്പൊ എത്ര കിട്ടും? 7√3 × 4√3 എത്രയാ? 7 × 4 28. √3 × √3 3. സോ 28 × 3 എത്രയാണെന്ന് ചെയ്ത് നോക്കണം. എത്ര കിട്ടും? നിങ്ങൾക്ക് 84 ആണെന്ന് കിട്ടും. സോ 84. അടുത്തത് 7√3 മൈനസ് 3√2. 7√3 × മൈനസ് 3√2. 7 × മൈനസ് 3 മൈനസ് 21. √3 × √2 √6. അപ്പൊ എത്ര? മൈനസ് 21√6. ഓക്കെ, അപ്പൊ ആദ്യം 7√3 വെച്ച് 2 കഴിഞ്ഞു. അടുത്തത് മൈനസ് 5√2 ഇവിടത്തെ മൈനസ് ഇതും കൂടെ. മൈനസ് 5√2 × 4√3 എത്ര? മൈനസ് 5 × 4 മൈനസ് 20. √2 × √3 √6. അടുത്തത് മൈനസ് 5√2 മൈനസ് 3√2. മൈനസ് 5ഉം മൈനസ് 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 15. √2 × √2 2. അപ്പൊ 15 × 2 എത്ര? 30. ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ പ്ലസ് 30. താഴെ a + b × a - b ഫോമിലാണ്. അപ്പൊ a² - b². അപ്പൊ a² എത്രയാ? 4√3 സ്ക്വയർ മൈനസ് 3√2 സ്ക്വയർ. താഴത്തത് എളുപ്പമാണ്. കാരണം എന്താണെന്ന് അറിയോ? താഴത്തെ ഇനി സ്ക്വയർ ഒന്നും എടുക്കണ്ട. കാരണം നമ്മള് ഈ 48ന്റെ റൂട്ട് അല്ലേ 4√3 അല്ലേ? അപ്പൊ പിന്നെ സ്ക്വയർ 48 അല്ലേ? അതുപോലെ 18ന്റെ റൂട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്ന 3√2. അപ്പൊ തിരിച്ച് 3√2ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആ 18 കിട്ടണമല്ലോ. ഇനി 84 + 30 114. മൈനസ് 21√6 മൈനസ് 20√6 എത്രയാണ്? മൈനസ് 41√6. താഴെ എത്രയാണ്? 48 മൈനസ് 18. താഴെ എത്ര കിട്ടും? 48 മൈനസ് 18 എന്ന് പറയുമ്പോൾ 48 മൈനസ് 18 is how much? 30. So the final answer is 114 minus 41√6 the whole divided by 3030. Clear ayo? Simplify 3√5 plus minus √5 3√5 √5 plus plus കഴിഞ്ഞിട്ട് വീണ്ടും മൈനസോ? ശരി, ഒന്നുകൂടെ പറ. 3√5 plus minus √5 plus √180 plus √180. ഓക്കെ, നോക്കിയോ. ഈ 3√5 പ്ലസ് മൈനസ് കൂടെ അടുത്തടുത്ത് വന്ന എന്താണ്? മൈനസ് ആണ്. പ്ലസ് മൈനസ് എന്ന് കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താണ്? മൈനസ് എന്ന് എഴുതാം. സോ ദിസ് ഇസ് മൈനസ്. അപ്പൊ 3√5 മൈനസ് √5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2√5 പ്ലസ് √180. 180യുടെ റൂട്ട് സൈഡിൽ ഇത് എടുത്തു പോകുക. എത്ര? 2 പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റൂ. താഴെ 90. ഇവിടെ എത്ര വരും? 45. ഇവിടെ എത്ര വരും? 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9. 9 3. ഇവിടെ 3. അപ്പൊ 2 എണ്ണമുള്ള ഏതൊക്കെ ഉണ്ട്? 2 എണ്ണമുള്ള 2 2 ഉണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. 2 എണ്ണമുള്ള 3 ഉണ്ട്. അതിൽ നിന്ന് ഒരു 3 എടുത്തു. 2ഉം 3യും കൂടെ ചേരുമ്പോൾ എത്രയാണ്? 6. പിന്നീട് 2 എണ്ണം അല്ലാത്തത്, പെയർ അല്ലാത്തത് 5. അപ്പൊ എത്ര എഴുതാം? 6√5 എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഈ 2√5ഉം 6√5 കൂടെ ആഡ് ചെയ്താൽ എത്രയാ? 8√5. ഇതല്ലേ നമ്മുടെ ഫൈനൽ. അതിൽ ആൻസർ. ഓക്കെ, അവിടുത്തെ രണ്ടാമത്തെ ചോദ്യം ഒന്ന് പെട്ടെന്ന് അതും കൂടെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ പറ പെട്ടെന്ന്. √54 പ്ലസ് അമർജിത്തെ √54 പ്ലസ് √54 plus √150.
ആദ്യം 54 ഇതേപോലെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, സൈഡിൽ പ്രൈം ഫാക്ടറൈസ് 54 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 27 2 27 3 9 3 3 3. ഇതില് 2 3 ഇതാ ഇവിടെ ഉണ്ട്, അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ഈ 3യും ഈ 2ഉം പെയറല്ല, അപ്പൊ അത് എത്ര 6. അപ്പൊ എത്രയാണ് ഇത് പെയറാണ്, ഇത് പെയറല്ല, അപ്പൊ എത്ര 3√6. എത്ര √54 3√6. 150 എന്ന് പറഞ്ഞാൽ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 75, 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 15, വീണ്ടും 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3. ഇതില് ഈ 5 പെയറാണ്, അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുത്തു. ഈ 2ഉം 3യും പെയറല്ല, അപ്പൊ എത്രയാ ആ 2ഉം 3യും കൂടെ ചേർന്ന് 5√6 എന്ന് എഴുതിക്കൂടെ? യെസ്. അപ്പൊ ഇത് എത്രയാ 3√6 പ്ലസ് 5√6. What is 3√6 plus 5√6? 8√6. പെട്ടെന്ന് എഴുതിയെടുത്തേ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ.